കടകിയ 5-ാം ദിവസം നൽകിയാണ്. ഈ ന്യായമായ സമരത്തോട് വളരെ ക്രൂരമായ അവഗണനയാണ് പിണറായി വിജയൻ സർക്കാർ. ഈ സെക്രട്ടേറിയറ്റിന്റെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്, സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ പോലീസും മറ്റുമായി ഏറ്റുമുട്ടി നടത്തിയിട്ടുള്ള പല സമരങ്ങളും നടന്ന ഈ സെക്രട്ടേറിയറ്റിൽ ആ സമരക്കാരെല്ലാം അന്നത്തെ മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ച അനുഭവമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഇവിടെ പിണറായി വിജയൻ കാണിക്കുന്നത് ജനാധിപത്യ മര്യാദയില്ലാത്തതാണ്. ധിക്കാരത്തിന്റെ ശൈലിയാണ്, ധിക്കാരത്തിന്റെ ഭാഷയാണ് അവർ സ്വീകരിക്കുന്നത്. ഏറ്റവും അവസാനം പറയുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി എനിക്ക് ഒരു ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താ അസംബന്ധമാണ്? അവർ പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടല്ല. അവർ വലിയ പത്രാസിലെ ഡൽഹിയിൽ പോയിട്ടുള്ളത് ക്യൂബയിലെ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ ആവശ്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ ചോദിക്കണം. പാർലമെന്റ് സെഷൻ നടക്കുന്ന സന്ദർഭമാണ്. ഏത് മന്ത്രിയെയും സംസ്ഥാന മന്ത്രിമാർക്ക് കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു കത്ത് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ആരോഗ്യമന്ത്രിയാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരം വളരെ ന്യായമാണ്, അടിസ്ഥാന വർഗത്തിന്റെ സമരമാണ്. ഇവിടെ ശൈലജ ടീച്ചർ, പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് ശൈലജ ടീച്ചറമ്മ ലോക ആരോഗ്യ മണ്ഡലത്തിലെ താരം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പൊട്ടിഘോഷിച്ചിരുന്നല്ലോ. അന്ന് ടീച്ചറമ്മക്ക് ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്തതിന്റെ ചാലകശക്തി ഈ ആശാവർക്കർമാരാണ്. കൊറോണ പിടിച്ച് ആളുകൾ വീട്ടിൽ കിടക്കുമ്പോൾ അവർക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത്, അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത്, അവർക്ക് ശുശ്രൂഷ നൽകിയത്, ജീവൻ പോലും പണയം വെച്ച് നടത്തിയുള്ള ഈ ആശാവർക്കർമാരാണ്. ആശാവർക്കർമാർ കേരളത്തിലെ ആരോഗ്യരംഗത്ത് കാണുന്ന വലിയ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരോട് കാണിക്കുന്ന ഈ ക്രൂരതയിൽ, ഈ അവഗണനയിൽ, ഈ പരിഹാസത്തിൽ അത് കേരള സമൂഹം കൊടുക്കില്ല, ജനം കൊടുക്കില്ല. ഇവർക്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിണറായി വിജയൻ അഹന്തയും അദ്ദേഹത്തിന്റെ ഈഗോയും അവസാനിപ്പിച്ചുകൊണ്ട് ഈ ന്യായമായ ജീവനക്കാരുടെ അടിസ്ഥാന വർഗത്തിന്റെ ഈ വിഷയത്തിൽ സമരത്തിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഈ സഹന സമരത്തിന്, ഈ ത്യാഗത്തിന് ഫലമുണ്ടാകും. കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്രമന്ത്രി നദ്ദാജി പാർലമെന്റിൽ തന്നെ പറഞ്ഞത് നിങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്നാണ്. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഈ സമരത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.